ശ്രീ സിബി സത്യൻ, ഇത് നമുക്ക് ഇപ്പോൾ ഈ ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് അവഗണിച്ച് കളയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ആം ആദ്മി പാർട്ടി. അവിടെ അവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട് ചില പോക്കറ്റുകളിലെങ്കിലും. ഡൽഹിയിൽ അവർ തുടർച്ചയായി അധികാരത്തിൽ വരുന്നവരാണ്, പഞ്ചാബിൽ അധികാരം പിടിച്ചവരാണ്, ഗോവയിലും ഗുജറാത്തിലും ഹരിയാനയിലും മറ്റും അവരുടെ സ്വാധീനമുള്ളവരാണ്. പക്ഷേ പലപ്പോഴും ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേരാനുള്ള തീരുമാനം പിഴച്ചു എന്നതുപോലെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാൾ അഴിമതി പ്രതിച്ഛായയുള്ള ഒരു നേതാവാണ്, അത് സംശയവുമില്ല. അദ്ദേഹത്തിനെതിരെ നമുക്കറിയാം തെളിവുകൾ ഇഡിയും CBI മറ്റും കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഉള്ള ഒരാൾക്ക് പഴയ കെജ്രിവാൾ ആണോ ഇപ്പോൾ പുറത്തു വന്ന കെജ്രിവാൾ? പഴയ കെജ്രിവാൾ അത്ര ശക്തിയുണ്ടോ ഇപ്പോൾ പുറത്തു വന്ന കെജ്രിവാളിന് എന്ന ചോദ്യത്തിനും പ്രസക്തി ഉണ്ടല്ലോ. രഞ്ജിത്ത്, നമ്മൾ ഇതിനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒന്നാം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യ കണ്ട മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. നമ്മൾ അദ്ദേഹത്തെ ആ പൂർണ്ണമായ ബഹുമാനം കൊടുത്തുകൊണ്ടും മാത്രമേ അദ്ദേഹത്തെ കുറിച്ചുള്ള ഏതെങ്കിലും അനാലിസിസിൽ ഏർപ്പെടാവൂ എന്നുള്ളതാണ് എന്റെ പക്ഷം. കാരണം കൃത്യമായ രാഷ്ട്രീയ വിശകലന വിദഗ്ധനും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നതിൽ അഗ്രഗണ്യനുമായതുകൊണ്ടാണ് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന സൃഷ്ടിച്ചെടുത്ത് അതിനെ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ ഭരണം നേടിയെടുക്കുകയും ബാക്കി 2-3 സംസ്ഥാനങ്ങളിലെങ്കിലും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാക്കി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്. നമ്മൾ ശരിക്കും ഇതിനെ അനലിറ്റിക്കലായി നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ അഴിമതിക്കെതിരെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അണ്ണാ ഹസാരെയുടെ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ സമരത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആണ് ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക രംഗത്തേക്ക് അതിശക്തമായിട്ട് ഇറങ്ങുന്നത്. അവിടെ നിന്ന് അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക്, അഴിമതിക്കെതിരെയുള്ള ആ വലിയ സമരത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു നോക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അടിസ്ഥാനപരമായിട്ടൊരു വലിയ മാനിഫെസ്റ്റോ ഉണ്ടാവും. അവരുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അവരുടെ കോർ വാല്യൂസിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ മാനിഫെസ്റ്റോ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളെ എടുത്തു നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെ, അവരുടെ അതിന്റെ വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും അടക്കം ഒരു വലിയ ബൃഹത്തായ ഒരു തിയറട്ടിക്കൽ സപ്പോർട്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതായിട്ട് കാണാം. ഈ കോൺഗ്രസിനായാലും ഗാന്ധി ആയാലും എല്ലാത്തിനും അത്തരം ഒരു സപ്പോർട്ടുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് അത്തരം ഒരു സപ്പോർട്ടൊന്നും ഇല്ല. ആം ആദ്മി പാർട്ടി വളരെ ലളിതമായ മുദ്രാവാക്യങ്ങളോടെ മാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തിറങ്ങിയ ഒരു സംഘടനയാണ്. ലളിതമായ മുദ്രാവാക്യങ്ങൾ, അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതനത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സംഘടന. അപ്പൊ ആ സംഘടന വലുതാവാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം അതിന്റെ മുദ്രാവാക്യങ്ങൾ വളരെ ലളിതമായിരുന്നു. അതേപോലെ തന്നെ തകർത്ത് കളയാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ അതിന്റെ മുദ്രാവാക്യങ്ങൾ ലളിതമായതുകൊണ്ട് തന്നെ. ഇവിടെ BJP സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ ഭയന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. കാരണം ആം ആദ്മി പാർട്ടിയുടെ വളർച്ച വളരെ ആശങ്കാപൂർവ്വം വീക്ഷിച്ച വീക്ഷിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. കാരണം BJPക്ക് ഒരു ദേശീയ ബദലാകും എന്നതിനേക്കാൾ ഉപരിയായിട്ട് BJPക്കെതിരെയുള്ള ഒരു ദേശീയ ബദലിന്റെ നേതൃത്വത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു ഭയമായിരുന്നു അതിന് പിന്നിൽ. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചതിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന് കാണാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു അവിയൽ മുന്നണി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. അതായത് അവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന കൃത്യമായ സംഭവങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ കിഴക്കോട്ട് പോവുകയാണെങ്കിൽ വേറെ ആൾ വടക്കോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും കൃത്യമായിട്ടൊരു ലീഡർഷിപ്പ് ഇല്ലാതെ, കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെ, മുന്നോട്ട് പോകാനാകാതെ ഉഴറി നിന്ന ഇന്ത്യ സഖ്യത്തെ പെട്ടെന്ന് ഒരു ഫെവിക്കോൾ പോലെ ഒട്ടിച്ചെടുത്ത വസ്തുത എന്ന് പറയുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റ് ആയിരുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റോട് കൂടിയിട്ടാണ് ഒരു റീസർജൻസി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുന്നത്. ഇന്ത്യ മുന്നണി പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു മുഴുവൻ കരുത്തോടു കൂടിയിട്ടും ഒരു ശക്തമായ ഒപ്പോസിഷനായി മാറുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോട് കൂടിയാണ്. അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ ഈ ഒരു നേട്ടം കൊണ്ട് വലിയ ഗുണം ഉണ്ടായില്ല എന്നുള്ള വേറെ കാര്യം. കാരണം അവിടെ സീറ്റെണ്ണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഉണർവ് ഇന്ത്യയിൽ ഉടനീളം ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ എല്ലാവരും ഇനി രക്ഷയില്ല എന്നും BJPക്കെതിരെ ഒന്നിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്നും എന്ന് പറയുന്ന ഒരു വലിയ ബോധത്തിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കേവല ഭൂരിപക്ഷം കിട്ടാതെ BJP അതിൽ താഴെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായ ഒരു വലിയ ഫൈറ്റ് നടന്നതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വലിയ പങ്കുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുക, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യം എന്ന് പറയുന്ന അഴിമതിക്കെതിരെ എന്നുള്ളതാണ്. അപ്പൊ BJP ഉന്നം വെച്ചതും ആ പോയിന്റിനെ തന്നെയാണ്.
ബി ജെ പി കറക്റ്റായിട്ട് ഉന്നം വെച്ചത്. കാരണം ബി ജെ പിയും അരവിന്ദ് കെജ്രിവാളും തമ്മിലൊരു മത്സരം വളരെ രസകരമാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷം ഇന്ത്യയിൽ അവശേഷിപ്പിച്ച ഒരു സ്പേസ് ഉണ്ട്, അത് ആൾമോസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷെ ഇടതുപക്ഷമായി നിന്നല്ല, ഒരു വലതുപക്ഷ ചായ്വോടെ നിന്നിട്ടാണ് അദ്ദേഹം ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതാണ് രസകരം. അതായത് ബി ജെ പിയുടെ രാമമന്ത്രത്തിന് പകരം ഹനുമാൻ ചാലിസ കൊണ്ടുവന്ന് അതിനെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു തന്ത്രം നടപ്പിലാക്കിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പൊ നമ്മൾ നോക്കുക, അപ്പൊ അതിന്റെ കോറായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടിയുടെ തുടക്കം തന്നെ. അപ്പം ബി ജെ പി ഉന്നം വെച്ചതും ആ കോർ വാല്യൂവിനെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം സിസോഡിയയെ അറസ്റ്റ് ചെയ്ത് 1 വർഷത്തോളമായിട്ട് അകത്ത് കിടക്കുന്നത്. അതിനുശേഷമാണ് പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് ധൃതി പിടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അതായത് നിങ്ങളൊരു സാധാരണ പാർട്ടിയാണ്, യു ആർ നോട്ട് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുക. ഇത് ശരിയായാലും തെറ്റായാലും നാളെ ഇല്ലെങ്കിലും അഴിമതി കേസിൽ അറസ്റ്റിലായ ഒരു മുഖ്യമന്ത്രി നയിക്കുന്ന അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന ഒരു തമാശ തലത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഒരു വേർഷൻ കൂടി ഉണ്ട് അതിന്.